കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ നിയോജക മണ്ഡലമായ കാസർഗോഡ് പല കാരണങ്ങളാൽ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടു നിൽക്കുന്നു. മഞ്ചേശ്വരം മുതൽ പയ്യന്നൂർ വരെ വടക്ക് നിന്ന് തെക്കോട്ട് നീണ്ടു കിടക്കുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ് നിയോജക മണ്ഡലം. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൻ്റെ സംസ്കാരം ഒരു തരത്തിൽ പറഞ്ഞാൽ സമ്മിശ്രമാണ്. കർണാടകയുടെ സംസ്കാരവും കേരളത്തിൻ്റെ സംസ്കാരവും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന മഞ്ചേശ്വരം, ഉദുമ, കാസർഗോഡ് തുടങ്ങിയ നിയോജക മണ്ഡലങ്ങൾ. അതിനോട് ചേർത്താണ് പയ്യന്നൂർ, അതുപോലെ തന്നെ കല്യാശ്ശേരി. ഈ നിയോജക മണ്ഡലങ്ങളൊക്കെ ചേർന്നതാണ് കേരള സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റത്തെ നിയോജക മണ്ഡലം. അവിടുത്തെ രാഷ്ട്രീയ ചരിത്രവും വളരെ കൗതുകം നിറഞ്ഞതാണ്. 30 വർഷക്കാലത്തോളം ഇടത് ജനാധിപത്യ മുന്നണിയിൽ കയ്യിലിരുന്നതായ ഒരു മണ്ഡലമാണ് ഒരു അട്ടിമറിയിലൂടെ 2019 തെരഞ്ഞെടുപ്പിൽ ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി കൈവശപ്പെടുത്തിയത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ അവിടുത്തെ രംഗപ്രവേശം കോൺഗ്രസ് പാർട്ടിയിലുള്ളവരെ പോലും ഒരു തരത്തിൽ അത്ഭുതപ്പെടുത്തിയതായിരുന്നു. കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും കൊല്ലം ജില്ലാക്കാരനും തിരുവിതാംകൂർ മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തനം ദീർഘവർഷങ്ങൾ നടത്തിയ ആളുമാണ്. അദ്ദേഹത്തെ ഒരു തരത്തിൽ പറഞ്ഞാൽ കാസർഗോഡുകാർക്ക് അന്യനാണ്. അതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡും അന്യമായിരുന്നു. എന്നാൽ അത്ഭുതകരം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന് അവിടെ സ്ഥാനാർത്ഥിത്വം 2019 നൽകിയപ്പോൾ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം കാസർഗോഡ് വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് പൂർണ്ണ സമയ കാസർഗോഡിലെ രാഷ്ട്രീയ പ്രവർത്തകനായി മാറി. അത് കാസർഗോഡ് ജനങ്ങളെ പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ചടുലമായ പ്രസംഗ രീതിയും ഭാഷാ സ്വാധീനവും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാനുള്ള പ്രത്യേക വൈഭവവുമെല്ലാം അദ്ദേഹം പരമാവധി ഉപയോഗിച്ച് 2019 അദ്ദേഹം കാസർഗോഡ് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു എന്ന് തന്നെ പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും ഒരു 100% വിജയം രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അട്ടിമറി വിജയം നേടി 3 ദശാബ്ദക്കാലം കാസർഗോഡ് മണ്ഡലം കൈവശപ്പെടുത്തിയിരുന്ന ഇടത് ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പിടിച്ചു വാങ്ങിയിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു സംശയവുമില്ലാതെ ഈ 26-ാം തീയതി നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. അവിടെ ഒരു പേര് പോലും UDF-നോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ അന്വേഷിക്കേണ്ടി വന്നില്ല. ആദ്യത്തെ പട്ടികയിൽ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് മണ്ഡലം ഉറപ്പാക്കി കഴിഞ്ഞിരുന്നു. കാസർഗോഡ് നിരവധി പ്രശ്നങ്ങളുള്ള ഒരു മണ്ഡലമാണ്. വികസനത്തിൽ വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഒരു മെഡിക്കൽ കോളേജിന്റെ സ്ഥാപനത്തിന് വേണ്ടി അവിടുത്തെ ജനങ്ങൾ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് അനേക വർഷങ്ങളായി. അവിടെ എൻഡോസൾഫാൻ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഇന്നും വളരെ ദയനീയമായ അവസ്ഥയിലാണ് കഴിയുന്നത്. അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും കഴിയേണ്ട ദുസ്ഥിതിയാണ് കാസർഗോഡ് എൻഡോസൾഫാൻ ഇരയായിട്ടുള്ള കുറെ ആളുകളുടെ ഇന്നത്തെയും അവസ്ഥ. അതൊക്കെ പരിഹരിക്കുന്നതിന് ആവുന്നത്ര ശ്രമം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തി എന്നുള്ളതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും അംഗീകരിക്കുന്നതുമാണ്. അദ്ദേഹം കൈവരിച്ച ഏറ്റവും ഒടുവിലത്തെ ഒരു നേട്ടം എന്ന് തന്നെ പറയാം നമ്മുടെ പുതിയതായി വന്നിരിക്കുന്നതായിട്ടുള്ള വന്ദേ ഭാരത് ട്രെയിനിന്റെ കാസർഗോഡ് വഴി മംഗലാപുരത്തേക്കുള്ള യാത്ര.
അത് തുടങ്ങിയത് കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിലായിരുന്നു. അത് ഒരു നല്ല അളവിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രയത്നത്തിന്റെ ഫലമായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അത് ക്രമേണ ഇപ്പോൾ മംഗലാപുരത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിന്റെ അഭിമാനമായ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് കേരള ജനതയ്ക്ക് സംഭാവന ചെയ്യുവാൻ ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 40,438 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിയായത്. ഇന്ന് അദ്ദേഹത്തെ എതിർക്കുന്നത് CPM-ലെ NV ബാലകൃഷ്ണനും BJP-യിലെ ഒരു വനിതാ സ്ഥാനാർത്ഥിയായ ML അശ്വിനിയുമാണ്. ഇപ്പോഴും രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റമുണ്ടായി എന്ന് പറയാൻ നിവർത്തിയില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവിടുത്തെ ആളുകൾ ഇതിനോടകം തന്നെ വിലയിരുത്തി കഴിഞ്ഞു. കേരളത്തിലെ പൊതുസമൂഹവും അത് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ കാസർഗോഡിന്റെ ഒരു അനിവാര്യ ഭാഗമായി അദ്ദേഹം ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മാറിയിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം പൂർണ്ണ സമയം ഇപ്പോൾ കാസർഗോഡ് താമസിച്ച് പ്രവർത്തിക്കുകയാണ്. ഏതാണ്ട് കാസർഗോഡുകാരനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നിസ്സംശയം പറയാം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ രണ്ടാം ഊഴത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അദ്ദേഹത്തിന് സുനിശ്ചിതമായ വിജയം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. കാസർഗോഡ് മുസ്ലിം സമുദായം വളരെ ശക്തമായിട്ടുള്ള ഒരു സമുദായമാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പൗരത്വ നിയമ ഭേദഗതി നിയമമൊക്കെ വളരെയധികം ചലനങ്ങൾ ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. മുസ്ലിം ലീഗിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. മുസ്ലിം ലീഗ് അവിടെ ഒരു നിർണായകമായ രാഷ്ട്രീയ കക്ഷിയാണ്. മുസ്ലിം ലീഗിന്റെ അകമഴിഞ്ഞ പിന്തുണ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ട് എന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. BJP NDA എന്ന് പറയുന്ന മുന്നണി നാമമാത്രമായി അവിടെ മത്സരിക്കുന്നു എന്ന് കരുതിയാൽ മതി. അവര് പ്രധാനമായ മണ്ഡലമായി അതിനെ കണക്കിലെടുത്തിയിട്ടില്ല. പിന്നെ അവർ ഒരു ചടങ്ങിന് വേണ്ടി കാസർഗോഡും മത്സരിക്കുന്നു എന്നതല്ലാതെ മറ്റു പ്രാധാന്യമൊന്നും അതിനുള്ളതായി തോന്നുന്നില്ല. അവിടെ NDA നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയും താരതമ്യേന വളരെ പുതുമുഖമാണ്. രാഷ്ട്രീയ പാരമ്പര്യമൊന്നും വലുതായിട്ടുള്ള ആളല്ല. പിന്നെ വനിതാ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ വനിതകളെ പരിഗണിച്ചു എന്ന് വീമ്പിളക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ അവർ അവിടെ നിർത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ UDF-ന് മേൽക്കൈ ഉള്ളതാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ആളിന്റെ പുനഃപ്രവേശം അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ മണ്ഡലത്തിന് വേണ്ടി ആവുന്നത്ര പ്രവർത്തിക്കുവാൻ അദ്ദേഹം ജീവിതം തന്നെ ഇനിയും മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് പറയാം. അദ്ദേഹം ഏതാണ്ട് തിരുവിതാംകൂർ മേഖലയിൽ നിന്ന് പൂർണ്ണസമയ പ്രവർത്തകനായി അദ്ദേഹം കേരളത്തിന്റെ വടക്കേ അറ്റത്തേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാലും അതിലൊട്ടും അതിശയോക്തിയില്ല. രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യം അവിടെ എല്ലായിടത്തും എപ്പോഴുമുണ്ട്. എന്ത് ദുരിതമോ പ്രയാസമോ ജനങ്ങൾക്കുണ്ടായാൽ അവിടെ ഓടിയെത്തുന്ന ഒരാളെന്ന രീതിയിലാണ് രാജ്മോഹൻ അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. MV ബാലകൃഷ്ണനെ സംബന്ധിച്ചും അവിടുത്തെ പഴയ പാരമ്പര്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് LDF-നെ ഒന്ന് തിരിച്ചു വരാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM ആവുന്നത്ര അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവിടെ CPI-ക്കും നേരിയ സ്വാധീനമുണ്ട്. LDF-ലെ മറ്റ് ഘടകകക്ഷികൾക്കൊന്നും തന്നെ അവിടെ കാര്യമായ സ്വാധീനമുണ്ട് എന്ന് പറയാനാവില്ല. അതുകൊണ്ട് CPM-ഉം CPI-യും യോജിച്ച് രാജ്മോഹൻ ഉണ്ണിത്താനെ പരാജയപ്പെടുത്താൻ എല്ലാ അടവുകളും പ്രയോഗിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിനെക്കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താനും നല്ല ബോധവാനാണ്. അതുകൊണ്ട് അദ്ദേഹം ഇത്തരം വെല്ലുവിളിയെ ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ള ഒരു രാഷ്ട്രീയ പക്വതയുള്ള നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് ഒട്ടും ഭീതിയില്ല. അദ്ദേഹത്തിന്റെ ശരീരഭാഷ കൊണ്ടും വാക്കുകൾ കൊണ്ടും അദ്ദേഹം നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയാണ്. അവിടെ ശക്തമായ ഒരു മത്സരം LDF UDF തമ്മിലാണ്. മൂന്നാം മുന്നണിയുമായി ഒരു ത്രികോണ മത്സരം എന്ന ഒരു സ്വഭാവമേ ആ മണ്ഡലത്തിലില്ല. അപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ സാന്നിധ്യവും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവിടെ നിന്ന് വീശുന്ന കാറ്റും
രാജ്മോഹൻ ഉണ്ണിത്താൻ അനുകൂലമായി തന്നെ ഭവിക്കുമെന്നാണ് കരുതേണ്ടത്. മഞ്ചേശ്വരം എന്ന് പറയുന്നതാണ് കേരളവും കർണാടകവും തമ്മിലുള്ള അതിർത്തി പ്രദേശം. അപ്പോൾ കർണാടകയിൽ നിന്ന് അടിക്കുന്ന കാറ്റ് രാജ്മോഹൻ ഉണ്ണിത്താന് പ്രയോജനം ചെയ്യും. അവിടെ കന്നഡ ഭാഷ സംസാരിക്കുന്ന നല്ലൊരു വിഭാഗം ജനങ്ങളുണ്ട്. ആ എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു സമ്മിശ്ര സംസ്കാരമുള്ള ഒരു മണ്ഡലം എന്ന രീതിയിൽ കാസർഗോഡ് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ചും രാജ്മോഹൻ ഉണ്ണിത്താന്റെ രണ്ടാം ഊഴത്തിനുള്ള ശ്രമം കേരളത്തിലെ പൊതുസമൂഹവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വളരെയധികം ശ്രദ്ധയോടും കരുതലോടും കൂടിയാണ് കാത്തിരിക്കുന്നത്.